Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Morning, Neetu. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, Litli. Nadia. Ma'am, Breakfast ഒക്കെ പേരെന്താ മാം? എല്ലാവരും എന്തോ മാമിന്റെ പേരെന്താ മാം? പേര് ആതിര. കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ലേ? ഇല്ല. ക്ലിയർ ആയില്ല. ഒന്നുകൂടി പറയാമോ? കഴിഞ്ഞ ക്ലാസ് എനിക്ക് കയറാൻ പറ്റിയില്ല. അതുകൊണ്ടാ. ഓക്കെ. പേര് സൂസൻ ആണോ? സൂസൻ. യെസ് മാം. യെസ് മാം. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ചാപ്റ്റർ എടുത്ത് കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. റെക്കോർഡ് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ മാം. ഓക്കെ. സർ ഡിപ്ലോമയിൽ ഏത് ബാച്ചായിരുന്നു? ഞാൻ 9th ബാച്ച് ആണ് മാം. 9th. Hi, good morning, Sneha. Yes. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം ചോദിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സ്ട്രെങ്ത് എത്ര ഉണ്ടായെന്ന് അറിയാമോ? ഞാൻ നോക്കിയില്ല. ആരെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വെനസ്ഡേയിലെ 66%. ഓക്കെ. ഓക്കെ ചേച്ചി. യെസ്. അബൌവ് 60 ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. കുറച്ച് പേരും കൂടെ ഒന്ന് കയറിക്കോട്ടെ കേട്ടോ. അങ്ങനെ തുടങ്ങാം. എല്ലാവരും ടൈമിൽ തന്നെ കയറാൻ നോക്കണം കേട്ടോ. മാക്സിമം ലൈവിൽ കയറുന്നവര്
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ ഫംഗ്ഷൻ ആണ് എടുത്തത് അല്ലെ? ഹോസ്പിറ്റൽ ഫങ്ഷൻസ്. അതില് ഹോസ്പിറ്റൽ ഫംഗ്ഷൻ നമ്മൾ 4 കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ? 4 കാറ്റഗറൈസേഷൻ വരുന്നുണ്ട്. അതില് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഹോസ്പിറ്റലിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, വെരി ഗുഡ്, കറക്റ്റീവ് ഫംഗ്ഷൻ അല്ലെ? ഓക്കെ, വെരി ഗുഡ്. സെക്കൻഡറി ഫംഗ്ഷൻ, എമർജിങ് ചെയ്യുന്ന സെക്കൻഡറി ഫംഗ്ഷൻ ഏതാണ്? പ്രിവെന്റീവ് ഫംഗ്ഷൻ. യെസ്, പ്രിവെന്റീവ് സർവീസസുകൾ ഏതൊക്കെയാണ്? പ്രിവെന്റീവ് സർവീസസുകൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. വാക്സിനേഷൻ, അല്ലേ? പഠിച്ചില്ലായിരുന്നോ ക്ലാസ്? മെഡിക്കൽ ടെസ്റ്റസ്, മെഡിക്കൽ സ്ക്രീനിങ്, ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, യെസ്. പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എടുത്ത ഭാഗങ്ങള് അന്ന് തന്നെ പഠിച്ചു വേണം. കൗണ്ടിങ്, കെയർ ഒക്കെ നമുക്കറിയാം. അന്നൊന്നും പഠിച്ചു പോയാലും നിങ്ങൾക്ക് അത്ര പേരനായിരിക്കില്ല. ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കേണ്ട സിറ്റുവേഷൻ പറ്റില്ല കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ 4, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. യെസ്, ചാപ്റ്റർ 4, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മള് ഡിപ്ലോമയില് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? അറിയാമോ? അറിയാവുന്നത് പോലെ ഒന്ന് പറയാമോ? പ്ലാനിങ് ആണ് അല്ലെ? അഡ്മിനിസ്ട്രേഷൻ അഥവാ ആസൂത്രണം എന്ന് തന്നെയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. യെസ്, എന്തിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ് ആണ് അവിടെ വരുന്നത്? പ്ലാനിങ്, ഓർഗനൈസിങ് അല്ലെ? ഒരു ഹോസ്പിറ്റൽ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. ഓർഗനൈസേഷനിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട്. യെസ്, ഓവറോൾ ഫംഗ്ഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. വെരി ഗുഡ്. അനുലക്ഷ്മി നമ്മുടെ ലെവലിൽ കിട്ടിയാണോ? അനുലക്ഷ്മി, യെസ്. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. തരത്തിലുള്ള പ്ലാനിങ് വരുന്നുണ്ട്, ഓർഗനൈസേഷൻ വരുന്നുണ്ട്, പിന്നെ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, കോർഡിനേഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ്, ലെജിസ്ലേഷൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഓക്കെ, പട്ടളം നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ഭാഗം എന്താ പറഞ്ഞിരിക്കുന്നത്? Hospital administration is the management of the hospital as a business. The administration consists of medical and health service managers, sometimes called healthcare executives, and healthcare administrators and their assistants. Administration ranges in size, and the duties of the administrator vary with the size and complexity of the hospital. Okay. So, hospital administration is the management of the hospital as a business. എന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു ബിസിനസ് എന്ന നിലയിൽ ആശുപത്രിയുടെ ഒരു മാനേജ്മെന്റ് ആണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു ബിസിനസ് പ്രോസസ്സിലാണ് ഇത് ശരിക്കും ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് അല്ലെ? ഒരു ബിസിനസ് ആണ്. എന്നിരുന്നാൽ ആ ബിസിനസ്സിൽ നിന്ന് എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് നടത്തുന്നത്? നമ്മള് എന്ത് നേടാൻ വേണ്ടിയിട്ടാണ്? യെസ്, ഒരു നല്ല പ്രോഫിറ്റ്സും അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രൈഡ് ആൻഡ്
ഒരു പ്രസ്റ്റീജ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ്സ് ഉണ്ടാക്കുക. അത് തന്നെയാണ് അല്ലെ നല്ലൊരു ഗോള് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുക എന്നുള്ളതിന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നത് ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ഒരു മാനേജ്മെന്റ് ആണ്. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത്. മാനേജ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നതൊക്കെ എന്താണ്? ഓർഗനൈസേഷൻ തന്നെയാണ്. അപ്പൊ ഈ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ ആരെയൊക്കെയാണ് ഉൾക്കൊള്ളിക്കുന്നത്? ആരൊക്കെ ഉണ്ടായിരിക്കും ഇതില്? അഡ്മിനിസ്ട്രേഷൻ കൺസിസ്റ്റ് ഓഫ് medical and health service managers, sometimes called healthcare executives and healthcare administrators. ഇതിൽ ആരെയൊക്കെ നമ്മൾ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഹെൽത്ത് സർവീസ് മാനേജേഴ്സും വരുന്നുണ്ട് അല്ലെ. മെഡിക്കൽ ഹെൽത്ത് സർവീസ് മാനേജേഴ്സും ഹെൽത്ത് സർവീസ് മാനേജേഴ്സും ഇവിടെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരെ നമ്മൾ അതർ നെയിമിൽ പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതോടൊപ്പം തന്നെ അവരുടെ അസിസ്റ്റൻസും അവരുടെ സഹായികളും ഉണ്ടായിരിക്കും. ആരൊക്കെയാണ്? ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ, മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കും, ഹെൽത്ത് സർവീസ് മാനേജർ, അവരെ നമ്മൾ വേറെ എന്തൊക്കെ പറയുന്നു? ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ്, ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും, അവരോടൊപ്പം ആരും ഉണ്ടായിരിക്കും? ആൻഡ് ദെയർ അസിസ്റ്റൻസ്, അവരെ സഹായിക്കുന്നതിനായിട്ട് അസിസ്റ്റൻസുമാരും അഡ്മിനിസ്ട്രേഷന്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തിടണേ. അഡ്മിനിസ്ട്രേഷൻ കൺസിസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന്? എന്തൊക്കെയാണ്? മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് മാനേജേഴ്സ്, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് മാനേജേഴ്സ്. ഇവരെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? Sometimes called healthcare executives and healthcare administrators and their assistants. Okay. ഇവരാണ് ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ ഹോൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. ഇവരുടെ പ്ലാനിങ്ങും ഓർഗനൈസേഷൻ സ്ട്രക്ചറൊക്കെ അനുസരിച്ച്, പ്രൊസീജിയേഴ്സ് ഒക്കെ അനുസരിച്ചിട്ടാണ് ആ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ വരെ മനസ്സിലായോ? Yes. നോക്കാം. Administration ranges in size. Administration ranges in size and the duties of the administration vary with the size and complexity of the hospital. എന്താ ഇവിടെ പറയുന്നത്? Administration ranges in size. അതായത് അഡ്മിനിസ്ട്രേഷൻ റേഞ്ച് നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണോ അല്ലയോ? എങ്ങനെയാണ്? യെസ്, നമ്മള് അഡ്മിനിസ്ട്രേഷന്റെ വലിപ്പം അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ വലിപ്പം കണക്കുന്നത് അവിടുത്തെ റേഞ്ചസ്, വൈഡ് റേഞ്ച് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ കോംപ്ലക്സിറ്റീസ്. എന്താ പറയുന്നത്? ആശുപത്രിയുടെ ചുമതലകൾ, അതിന്റെ വലിപ്പം, അതിന്റെ സങ്കീർണതകൾ അനുസരിച്ചിട്ടാണ് അതിന്റെ റേഞ്ച്. അഡ്മിനിസ്ട്രേഷൻ എത്രത്തോളം റേഞ്ച് ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ചെറിയ അഡ്മിനിസ്ട്രേഷൻ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. ചെറിയ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ചെറിയ ചെറിയ സർവീസസ് മാത്രമേ അവിടെ ഉണ്ടായിരിക്കൂ. വലിയൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? വൈഡ് റേഞ്ച് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ സയൻസ് എന്നുള്ളത് എന്താണ്? വളരെ വലിയൊരു കണ്ടന്റ് തന്നെയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ടർ ആണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ വലിപ്പം അല്ലെ, സയൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫാക്ടർ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് അല്ലെ. ചെറിയ ഹോസ്പിറ്റലാണ് നമുക്ക് അധികം എന്താണ് പ്രോഫിറ്റ് വേണ്ട, ആവശ്യാനുസരണം ചെറിയൊരു തുക മതിയോ അല്ലെ, ചെറിയൊരു തുക കൊണ്ട് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. വലിയൊരു അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ, വലിയൊരു സൈസ് ഓഫ് ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്? വളരെ സ്പെഷ്യലൈസ് ചെയ്ത ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്? അവിടെ വൈഡ് റേഞ്ച് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ സൈസിനനുസരിച്ച് ഇവിടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, യെസ്. എന്താ നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നത് ഒരു ബിസിനസ് എന്ന നിലയിൽ ആശുപത്രിയുടെ അതൊരു മാനേജ്മെന്റ് ആണ് അല്ലെ. യെസ്,
Then the administration consists of medical and health service managers, then sometimes called healthcare executives and healthcare administrators and their assistants. Okay. Then administration range നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? Size, അല്ലെ? Size and the duties of the administrator vary with size and complexity of the hospital. അതായത് ഹോസ്പിറ്റലിലെ ചുമതലകൾ, ആശുപത്രിയുടെ വലിപ്പം, സങ്കീർണതകൾ എന്നിവ അനുസരിച്ചിട്ട് ഇവയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ അവിടെ വരെ? ഇനി നമ്മൾ നോക്കുന്നത് അഡ്മിനിസ്ട്രേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ടേംഡ് ആസ്, ഇത് നമ്മളൊരു ചെറിയ ടേം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? POST ആൻഡ് CORP, പോസ്റ്റ് കോർപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആയിട്ട് തന്നെ പറഞ്ഞാലും മതി. അപ്പൊ അതിൽ P എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആക്ടിവിറ്റീസിനെ ടേം ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. എങ്ങനെയാണ്? P for planning, O for organizing, then S for staffing, D for directing, C for coordinating, R for reporting and B for budgeting. Okay, ടേംസ് ഓരോ ലെറ്റേഴ്സും കോർഡിനേറ്റ് ചെയ്യുന്നത് ഏത് വേർഡാണ്, എക്സ്പാൻഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. യെസ്, മറന്നു പോകരുത്. ആസൂത്രണം, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഈ രീതിയിലാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷന്റെ ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ടേം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the term hospital administration covers a vast number of activities which may roughly be classified into 3 categories. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ വാസ്റ്റ് നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അവിടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ പ്ലാനിങ് വെച്ച് നോക്കുമ്പോൾ തന്നെ എന്താണ്, പ്ലാനിങ്ങിൽ തന്നെ ഒരുപാട് സ്റ്റെപ്സ് ആൻഡ് മെത്തേഡ്സ്, ടെക്നിക്സ് വരുന്നുണ്ട്. ഒരു കാര്യം ഓർഗനൈസ് ചെയ്യണമെങ്കിൽ അതിൽ കുറെ സ്റ്റെപ്സുകൾ വരുന്നുണ്ട്, അതിൽ മെത്തേഡ് വരുന്നുണ്ട്, പല ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. സ്റ്റാഫിംഗ് പ്രോസസ്സിൽ എന്താണ്, ഒരുപാട് രീതിയിലുള്ള സ്റ്റാഫുകൾ എങ്ങനെ അവർക്ക് പ്രത്യേകമായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ, അവർ റിക്രൂട്ട് ചെയ്യുന്ന, അവരെ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പല കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ. വൈഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസിനെ ഒന്നും കൂടി എന്ത് ചെയ്യുന്നു? കാറ്റഗറൈസ് ചെയ്തെടുത്ത് കാരണം 3 ആയിട്ടാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മള് 3 ആയിട്ട്, അതായത് അവിടുത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഹോസ്പിറ്റലിന്റെ ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള്, ടേംസിന്റെ കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, ശരി. ഫസ്റ്റ് നമുക്ക് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ, പ്ലാനിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ സിസ്റ്റം ആസ് എ ഹോൾ, then determination of international policy, then regulation for the operation of hospitals, establishment of architectural control and standards. First, hospital administration activities ne categorize ചെയ്യുന്നത് preparation of hospital legislation തുടങ്ങിയാണ്. എന്താണ് പറയുന്നത്? അതായത് ഹോസ്പിറ്റലിന്റെ നിയമനിർമ്മാണം തുടങ്ങിയാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. preparation of ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ, ആശുപത്രിയുടെ നിയമനിർമ്മാണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താണ്, ഹോസ്പിറ്റലിന് ഒരു നിയമം എന്ന് പറയുന്ന ഒരു ലോ ഉണ്ടായിരിക്കും അല്ലെ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തുടങ്ങിയ ഒരു ലോ പ്രിപ്പയർ ചെയ്യുന്നു നമ്മൾ അല്ലെ. ഫസ്റ്റ് അത് ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്താണ്? പ്ലാനിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ സിസ്റ്റം ആസ് എ ഹോൾ. എന്താണ്? ആശുപത്രി സംവിധാനത്തിന് മൊത്തത്തിലുള്ള അല്ലെ, ഹോൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആസൂത്രണം. പ്ലാനിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ സിസ്റ്റം ആസ് എ ഹോൾ, അതായത് ആശുപത്രിയുടെ മൊത്തത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എല്ലാവരും കൂടി അല്ലെ മൊത്തമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു?
പ്ലാൻ ചെയ്യുന്നു. ആദ്യം എന്ത് ചെയ്തു? നമ്മള് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ നിർമ്മിച്ചു, ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കി ഹോസ്പിറ്റലിന്. അതിനുശേഷം എന്താണ്? പ്ലാനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ സിസ്റ്റം ആസ് എ ഹോൾ. ഹോസ്പിറ്റലിൽ മൊത്തത്തിലുള്ള ഒരു പ്ലാനിങ് സിസ്റ്റം തയ്യാറാക്കുന്നു. പിന്നെ എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റർനാഷണൽ പോളിസി. ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റർനാഷണൽ പോളിസി എന്താണ്? ഇന്റർനാഷണൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ പോളിസി അന്താരാഷ്ട്ര നയത്തിന്റെ നിർമ്മാണം. അതായത് ഇന്റർനാഷണൽ പോളിസി ഒരു പോളിസീസ് ആണ്. അതായത് അന്താരാഷ്ട്രമായിട്ടുള്ള പോളിസീസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് അല്ലെ, ഹോസ്പിറ്റൽ പോളിസിയിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ട് എന്താണ് അത് കുറെ നമ്മളുടേതായ സിറ്റുവേഷൻ, ഏത് ഹോസ്പിറ്റലാണോ തയ്യാറാക്കുന്നത് ആ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് ഡിറ്റർമിൻ ചെയ്യുന്നു. അതായത് നമ്മൾ മറ്റു നല്ല നയങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ നമ്മളുടെ രാജ്യത്തിലേക്ക് അത് കൊണ്ടുവരാറുണ്ട് അല്ലെ. അവരുടെ നല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോളിസീസ് ഒക്കെ എന്താണ് നമ്മളത് കടമെടുക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മളുടെ ഭരണഘടനയിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും മറ്റ് കൺട്രീസിൽ നിന്നും കടമെടുത്തിട്ടാണ് നമ്മൾക്കൊരു ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പഠിച്ചിട്ടില്ലേ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ? പഠിച്ചിട്ടുണ്ടാവും. യെസ്, അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും നമ്മൾ പല കൺട്രീസിൽ നിന്ന് ഏറ്റവും നല്ല ക്വാളിറ്റീസ് അല്ലെങ്കിൽ നല്ല റൈറ്റ്സുകളൊക്കെ നമ്മൾ ഇങ്ങോട്ടും കടമെടുക്കുന്നു. അതേപോലെ തന്നെ എന്താണ് ഇന്റർനാഷണൽ പോളിസി, അത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും അനുയോജ്യമാവുന്ന രീതിയിൽ ആ പോളിസിയിലേക്കും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ തയ്യാറാക്കുന്ന രീതിയിൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് ഇന്റർനാഷണൽ പോളിസിയിൽ നല്ല ഭാഗങ്ങളും ചേർക്കപ്പെടുന്നുണ്ട്. യെസ്, അതപ്പോ ഹോസ്പിറ്റൽ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്, പ്ലാനിങ്ങിന് ശേഷമാണ് ഇതെല്ലാം ഇന്റർനാഷണൽ പോളിസിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. പിന്നീട് നെക്സ്റ്റ് വരുന്ന എന്താണ്? റെഗുലേഷൻ ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. റെഗുലേഷൻ ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ. എന്താണ് റെഗുലേഷൻ ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളുടെ റെഗുലേഷൻസ് അല്ലെ, റൂൾസ്, പ്രധാനമായും നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, നിയമങ്ങളും നിബന്ധതകളും അല്ലെങ്കിൽ എന്താണ് ആശുപത്രി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെഗുലേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നു. പിന്നീട് വരുന്നത് എന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആർക്കിടെക്ചറൽ കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആർക്കിടെക്ചറൽ കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്താണ്? ആർക്കിടെക്ചറൽ കൺട്രോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്, ഇവിടെ ആർക്കിടെക്ചറൽ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലിന്റെ എന്തുമായി ബന്ധപ്പെട്ട് നമുക്കത് പറയാം? ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുത്താം അല്ലെ. കൺസ്ട്രക്ഷൻ, യെസ്, ന്യൂ ബിൽഡിങ്സ്, ന്യൂ ബ്ലോക്സുകൾ, ന്യൂ ഡിപ്പാർട്ട്മെന്റ്സുകൾ, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് പോളിസികൾ തീരുമാനിക്കപ്പെടുന്നു അല്ലെ. വലിപ്പത്തിനനുസരിച്ച് ഹോസ്പിറ്റൽ വലുതാവുന്ന എന്താണ്? അവിടുത്തെ പ്രവർത്തനങ്ങൾ വികസിക്കുമ്പോൾ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ പേഷ്യൻസുകൾ വരുന്നു, അവിടെ നല്ല ഫെസിലിറ്റീസ് കൊടുക്കണം. പേഷ്യൻസ് വരുന്നവർക്ക് ഫെസിലിറ്റീസ് കൊടുക്കണം. അപ്പൊ എന്തുണ്ടായിരിക്കണം? നല്ല ബിൽഡിങ്സ് ആൻഡ് ബ്ലോക്സുകൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഹോസ്പിറ്റലിന്റെ ആ ഒരു പേര് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്താണ് ഹോസ്പിറ്റലിന്റെ വലിപ്പം കൂട്ടേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർക്കിടെക്ചർ കൺട്രോൾസ്. അപ്പോൾ പുതിയ ന്യൂ ബിൽഡിങ്സ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ന്യൂ ബ്ലോക്സുകളുമായി ബന്ധപ്പെട്ട കുറെ സ്റ്റാൻഡേർഡ് നിയമങ്ങൾ നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ട് വരുന്നു. അതാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ. ഹോസ്പിറ്റലിലോ നിയമനിർമ്മാണം, ഹോസ്പിറ്റലിൽ ലോ നിയമിക്കുന്നു, ലോ തയ്യാറാക്കപ്പെടുന്നു അല്ലെ. അത് ഹോൾ ഹോസ്പിറ്റൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മളൊരു പുതിയ നിയമങ്ങള് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, യെസ്. പ്ലാനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ സിസ്റ്റം ആസ് എ ഹോൾ. പിന്നീട് എന്താ തയ്യാറാക്കുന്നത്? ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കപ്പെടുന്നു അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും എല്ലാ ഏരിയാസിലേക്കും വേണ്ട എല്ലാ തരത്തിലുള്ള ആസൂത്രണ പദ്ധതികളും ഈ ഒരു സ്റ്റേജിലാണ് നടക്കുന്നത്. Then determination of international policy. അന്താരാഷ്ട്ര
നിയമത്തെക്കുറിച്ച് അല്ല അന്താരാഷ്ട്ര നിയന്ത്രണത്തെക്കുറിച്ച് പോളിസിയുമായി ബന്ധപ്പെട്ട ഡിറ്റർമിനേഷൻ ചെയ്യുന്ന പോളിസി നല്ല ഇന്റർനാഷണൽ പോളിസിയിലെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ് നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് ചേർക്കപ്പെടുന്നു. അതായത് ഹോസ്പിറ്റൽ പദ്ധതികളിലേക്ക് ചേർക്കപ്പെടുന്നു. മെയിനായിട്ട് അഡ്മിനിസ്ട്രേഷൻസിലേക്ക് നമ്മളത് അതിലേക്ക് നല്ല നല്ല ആശയങ്ങൾ അല്ലെ നല്ല ഐഡിയാസ് ആൻഡ് പ്രൊസീജിയേഴ്സ് നമ്മളത് കടമെടുക്കുന്നു. പിന്നെ റെഗുലേഷൻ ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ. എന്താണ് റെഗുലേഷൻ ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്? എന്താണ്? പറയൂ. പറഞ്ഞു പോയല്ലോ നമ്മള്. എന്താണ് റെഗുലേഷൻ? റെഗുലേഷൻ എന്താണ്? റെഗുലേഷൻ യെസ്, അതായത് ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ നിബന്ധനകൾ തയ്യാറാക്കപ്പെടുന്നു അല്ലെ? റെഗുലേഷൻസ് റൂൾസുകൾ തന്നെ. യെസ്. പിന്നെന്താ? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആർക്കിടെക്ചറൽ കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആർക്കിടെക്ചറൽ കൺട്രോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് എന്താണ്? പുതിയ പുതിയ ആർക്കിടെക്ചറൽ കൺട്രോൾ, അതായത് പുതിയ ബിൽഡിംഗ്സുമായി ബന്ധപ്പെട്ട ന്യൂ ബ്ലോക്സുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയേഴ്സുകളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സുകൾ അതുമായി നിയന്ത്രിക്കുന്ന തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തു. നിർമ്മാണ നിയന്ത്രണം അല്ലെ? നിർമ്മാണ നിയന്ത്രണം അഥവാ കൺസ്ട്രക്ഷൻ പോളിസീസുകളും കൂടി അവിടെ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് കാറ്റഗറിയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആക്ടിവിറ്റീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കാറ്റഗറീസിലെ ഇത്തരം കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ, പ്ലാനിങ്, ഇന്റർനാഷണൽ പോളിസി ഡിറ്റർമിനേഷൻ, ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ, റെഗുലേഷൻ ഫോർ ദ ഓപ്പറേഷൻ ഹോസ്പിറ്റൽ, പിന്നെന്താണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ആർക്കിടെക്ചറൽ കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? യെസ്. ഇനി സെക്കൻഡ് കാറ്റഗറി ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആപ്ലിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മുകളിലത്തെ പോയിന്റ്സുകളായിട്ട് കണക്റ്റഡ് ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ആയിരിക്കണം പഠിക്കേണ്ടത് നമ്മൾ. അപ്പൊ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. സെക്കൻഡ് പോയിന്റ് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. സെക്കൻഡ് പോയിന്റ് എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ ആൻഡ് സോഷ്യൽ അസിസ്റ്റന്റ് പ്രൊവിഷൻ ബൈ ദ അതോറിറ്റീസ് responsible for the management of the hospital service, whether they are local or regional, public or private. കുറച്ചൊന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ നമുക്ക് പറയാം. എന്താണ്? അപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങള് പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ. നമ്മൾ ആദ്യത്തെ കാറ്റഗറിയില് എന്ത് ചെയ്തു? ഹോസ്പിറ്റൽ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കി അല്ലെ? ഒരു റൂൾസ് നിയമം ഉണ്ടാക്കി നമ്മള്. ഇനി ആ നിയമങ്ങൾ ഉണ്ടാക്കി കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, കുറെ ആക്ടിവിറ്റീസ് റെഗുലേഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലെ? ഇനി നമ്മൾ അത് എന്ത് ചെയ്യും? തീരുമാനിച്ച കാര്യങ്ങൾ നമ്മൾ വെരി ഗുഡ് അപ്ലൈ ചെയ്യും അല്ലെ? അപ്ലൈ ചെയ്യാനാണ് ഇനി പോകുന്നത്. യെസ്. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? അല്ലേ? സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, പഠിച്ചിട്ടില്ല. അതല്ലേ നമ്മള് സൈക്കോളജിന്ന് നമ്മള് ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആപ്ലിക്കേഷന്റെ കാര്യം പറഞ്ഞത് നമ്മള് ബ്രാഞ്ചസ് പഠിക്കുന്നുണ്ട്. സൈക്കോളജിക്ക് 2 ബ്രാഞ്ചസ് വരുന്നുണ്ട്. വൈഡ് സബ്ജക്റ്റ് ആണ് സൈക്കോളജി അല്ലെ? അപ്പൊ അതിൽ നമ്മള് ബ്രാഞ്ചസ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? പ്യുവർ സൈക്കോളജി എന്നും അപ്ലൈഡ് സൈക്കോളജി എന്നാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ? അതായത് ഹ്യൂമൻസ് ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളത് പ്യുവർ സൈക്കോളജിയിലെ തിയറീസ് ആണ് അല്ലെ? പ്യുവർ സൈക്കോളജിയിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്തൊക്കെയാണ്? തിയറികൾ ഉണ്ടാകും, ടെക്നിക്സ് ഉണ്ടാവും, പിന്നെന്താണ് പലതരത്തിലുള്ള പോളിസീസുകൾ നിർമ്മിക്കുന്നത്. അതാണ് പ്യുവർ സൈക്കോളജിയിൽ അഥവാ കേവല മനഃശാസ്ത്രത്തിൽ വരുന്നത്. ഇനി
നമ്മൾ ഈ പ്യുവർ സൈക്കോളജിയിൽ കണ്ടുപിടിച്ച തിയറീസും ടെക്നിക്സും ഒക്കെ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? അപ്ലൈഡ് സൈക്കോളജിയിലാണ്, അല്ലെ? നമ്മള് ആ തിയറികളിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്ലൈഡ് സൈക്കോളജി അഥവാ പ്രായോഗിക മനഃശാസ്ത്രത്തിലേക്ക് നമ്മൾ കണ്ടുപിടിച്ച നിയമങ്ങളും സംഹിതകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് പ്രയോഗിക്കുന്നത് എവിടെയാണ്? അപ്ലൈഡ് സൈക്കോളജിയിലാണ്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു എന്നുള്ളൂ. യെസ്, അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ തീരുമാനിച്ചു, ഇനി എന്ത് ചെയ്യുന്നു? അത് അപ്ലൈ ചെയ്യാൻ പോലെയാണ്. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ ആൻഡ് ഓഫ് സോഷ്യൽ അസിസ്റ്റന്റ് പ്രൊവിഷൻ ബൈ ദ അതോറിറ്റീസ് responsible for the management of hospital services, whether they are local or regional, public or private. ഇനി ഹോസ്പിറ്റൽ ഏത് കാറ്റഗറിയും ആവട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, ലോക്കൽ ആയിക്കോട്ടെ, റീജിയണൽ ആയിക്കോട്ടെ. ഓക്കെ, പ്രൈവറ്റ് ഹോസ്പിറ്റലും പബ്ലിക് ഹോസ്പിറ്റലൊക്കെ അറിയാലോ നിങ്ങൾക്ക്. ലോക്കൽ ആൻഡ് റീജിയണൽ എന്നൊക്കെ പറയുന്നത് പ്രാദേശികമായുള്ളതായിക്കട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, എന്താണെങ്കിൽ കൂടി നമ്മൾ എങ്ങനെയായിരിക്കണം? അപ്ലൈ ചെയ്യണം, അല്ലെ? ഈ കാര്യങ്ങളെല്ലാം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അത് എന്തിന് പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കണം ചെയ്യേണ്ടത്? ഒരു സോഷ്യൽ അസിസ്റ്റന്റ് പ്രൊവിഷൻ, അതായത് ഒരു സാമൂഹ്യ പിന്തുണ കൊടുത്തിട്ടായിരിക്കണം ഹോസ്പിറ്റൽ അതോറിറ്റീസിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതില് വെറും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രം ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഒതുങ്ങി പോകുന്ന തരത്തിലായിരിക്കും നമ്മളത് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ നടത്തപ്പെടേണ്ടത്. അവിടെ എന്തുകൂടി വേണം? സൊസൈറ്റിനെയും കൂടി അല്ലെങ്കിൽ സോഷ്യൽ അസിസ്റ്റൻസ്, അതായത് സാമൂഹ്യ പിന്തുണ കൊടുക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ അവിടെ ആ നിയമങ്ങളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, എങ്കിൽ മാത്രമേ, അതിപ്പോ പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹോസ്പിറ്റൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായത്? ആപ്ലിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ ഓഫ് സോഷ്യൽ അസിസ്റ്റന്റ് പ്രൊവിഷൻ ബൈ ദ അതോറിറ്റീസ്, അതായത് നിയമങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഒരു സോഷ്യൽ പിന്തുണ കൊടുത്തുകൊണ്ട്, ഒരു സാമൂഹ്യ പിന്തുണ കൊടുത്തുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സർവീസസ്. യെസ്, വെരി ഗുഡ്. പബ്ലിക്സിന് ഹാം ഇല്ലാതെ, അല്ലെ, മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതെ തന്നെ ആയിരിക്കണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്താണ്, എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മളൊരു കാര്യം തീരുമാനിക്കുന്നത്, അല്ലെ? ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളെ പരിഗണിച്ചിട്ടായിരിക്കും ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. അതിൽ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം, ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും, ഏറ്റവും ലോ ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലെ? പല കാറ്റഗറീസ് ക്ലാസ്സിലെ കുട്ടികളുണ്ടാവും. പക്ഷെ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നത്? എക്സാമ്പിൾ പറയുന്നുണ്ട്, ടീച്ചർ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെ? എല്ലാവർക്കും മനസ്സിലാവും. കണ്ടന്റ് ടീച്ചർ പറയുമെങ്കിലും കണ്ടന്റ് ടീച്ചർ എങ്ങനെ പറയും? വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എങ്ങനെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ വളരെ വലിയ തിയറീസ് ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിലും എന്താണ്, വളരെ സിമ്പിൾ ആക്കി ടീച്ചർ ആ കണ്ടന്റ് ടീച്ചറിന് അവതരിപ്പിക്കാൻ പറ്റുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് അത് മനസ്സിലാവൂ. ഓക്കെ, അപ്പൊ ടീച്ചർ എന്താ അവിടെ ചെയ്യുന്നത്? എല്ലാവരും അവിടെ പരിഗണിക്കുന്നുണ്ട്. ഇവിടെയും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ്, പ്രധാനമായിട്ട് പബ്ലിക്കിന് ഹാം വരാത്തുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഹോസ്പിറ്റൽ നിയമങ്ങൾ കൂടി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത്രയാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അത് ഏതും ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, എങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രധാന നിയമം കൂടി അംഗീകരിച്ചിട്ടായിരിക്കുള്ളൂ ഹോസ്പിറ്റൽ സർവീസസിന് ആ മാനേജ്മെന്റ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായുള്ളവരെ? ഓക്കെ ഓക്കെ, ഇപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തു. ഇനി എന്താണ് തേർഡ് കാറ്റഗറിയിൽ വരുന്നത്? എന്താണ്? ഡെയിലി റണ്ണിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ ബൈ ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കൺസേൺഡ് വിത്ത് പേഴ്സണൽ, ഫിനാൻസ്, അക്കൗണ്ട്സ് ആൻഡ് ടെക്നിക്കൽ സർവീസസ്. എന്താ പറയുന്നത്? ഡെയിലി റണ്ണിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ ബൈ ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. എന്താണ് ഡെയിലി റണ്ണിംഗ് എന്ന് പറയുന്നത്? ഡെയിലി റണ്ണിംഗ് അതായത് ഡെയിലി റണ്ണിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഹോസ്പിറ്റലിലെ ഒരു ദൈനംദിന ദിവസം, അല്ലെ? ഒരു ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡേ ടു ഡേ വർക്ക്സ്, അല്ലെ? ഡേ ടു ഡേ വർക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ കൂടി നമ്മൾ തീരുമാനിക്കുന്നുണ്ട്? ഡേ ടു ഡേ വർക്ക്സ്, ഓരോ ഹോസ്പിറ്റൽ സ്റ്റാഫുകളും എന്തൊക്കെയാണ് ഒരു ദിവസത്തിൽ ചെയ്യേണ്ടത്. ഇനി
അത് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഏത് ഏരിയാസും ആയിക്കോട്ടെ, ഏത് യൂണിറ്റ് ആയിക്കോട്ടെ, അവിടെ ഏതൊക്കെ സ്റ്റാഫുകൾ എന്തൊക്കെ ഡ്യൂട്ടീസ് കൈകാര്യം ചെയ്യണം, ഒരു ദിവസത്തിൽ എന്തൊക്കെ കൈകാര്യം ചെയ്യണം എന്ന് അവിടെ തീരുമാനിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഫിനാൻസ്, അക്കൗണ്ട്സ് ആൻഡ് ടെക്നിക്കൽ സർവീസ്. എന്താണ് എന്താ പറയുന്നത്? ഫിനാൻസ്, അക്കൗണ്ട് ആൻഡ് ടെക്നിക്കൽ സർവീസ്. സോറി, മിസ്റ്റേക്ക് വന്നു. ഇവിടെ ആരുടെ പ്രവർത്തനങ്ങളാണ് ഡേ ടു ഡേ വർക്ക് എന്നോട് ഉദ്ദേശിക്കുന്നത്? ഫിനാൻസ്, അക്കൗണ്ട് ആൻഡ് ടെക്നിക്കൽ സർവീസ്. അതായത് ഫിനാൻസിലും ടെക്നിക്കൽ സർവീസിലും പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളുടെ അതാണ് പറയേണ്ടത് കേട്ടോ. ഫിനാൻസിലോ ടെക്നിക്കൽ, അതായത് ഉദ്യോഗസ്ഥ, ധനകാര്യ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ സാങ്കേതിക സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുടെ ദൈനംദിന അതായത് ഡേ ടു ഡേ വർക്ക്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മൂന്നായിട്ട് അല്ലെങ്കിൽ ഇവിടെ തീരുമാനിക്കപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ കാറ്റഗറൈസേഷൻ വരുന്നത് അതാണ് കേട്ടോ. അപ്പൊ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നവര്, ടെക്നിക്കൽ സർവീസിൽ വർക്ക് ചെയ്യുന്നവര്, അവരുടെയൊക്കെ എന്താണ് ഡേ ടു ഡേ വർക്ക്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ കൺസേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഡെയിലി റണ്ണിങ് വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പേഴ്സണൽ അഥവാ സ്റ്റാഫുകൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഫിനാൻസ്, അക്കൗണ്ട്സ് ആൻഡ് ടെക്നിക്കൽ സർവീസസിൽ വർക്ക് ചെയ്യുന്നവര്, അതായത് ധനകാര്യ അക്കൗണ്ടുകൾ, സാങ്കേതിക സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡെയിലി വർക്ക്സുകൾ കൂടി ഇവിടെ തീരുമാനിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഡേ ടു ഡേ വർക്ക്സ്. മനസ്സിലായോ? ഓക്കെ, യെസ്. നമ്മളിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ടേം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കവേഴ്സ് എ വാസ്റ്റ് നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? അതിന്റെ ഉള്ളില് ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ആക്ടിവിറ്റീസിന് നമ്മൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഒന്നില് എന്താണ് പ്രിപ്പറേഷൻസ് ആൻഡ് പ്ലാനിങ്സ് ഒക്കെയാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. ഇത് നമ്മൾ പ്രിപ്പയറിംഗ് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പിന്നീട് എന്താണ് സെക്കൻഡ് സ്റ്റേജിൽ നമ്മളത് അപ്ലൈ ചെയ്തു. ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒരു ഏത് കാറ്റഗറി അനുസരിച്ച്, പ്രൈവറ്റ് പബ്ലിക് ഏതോ ആയിക്കോട്ടെ, അതിനനുസരിച്ച് നമ്മളത് അപ്ലൈ ചെയ്യുന്നു. പിന്നീട് വരുന്ന കാറ്റഗറി എന്താണ്? പ്രധാനമായിട്ടും ഹോസ്പിറ്റലിന്റെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നവരാണ് അവർക്ക് പ്രധാനപ്പെട്ടത് അല്ലെ. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർ അല്ലെ. ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർ, ഫിനാൻസ്, അക്കൗണ്ട്സ് അസിസ്റ്റ് ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വർക്ക്സുകൾ കൂടി അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാറ്റഗറൈസ് ചെയ്യുന്നു. അതിന് പ്രത്യേകമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആക്ടിവിറ്റീസ്, പ്രധാനമായും ശ്രദ്ധിക്കുക, ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയാൽ 3 പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു വെക്കുക. മനസ്സിലായോ പിള്ളേരെ നിങ്ങൾക്ക്? ഓക്കെ, യെസ്. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ, അതായത് അഡ്മിനിസ്ട്രേറ്റർ എന്ത് റോളാണ് കൈകാര്യം ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എന്താണ് നോക്കാം. ഓക്കെ, പറഞ്ഞോട്ടെ ടീച്ചർ. യെസ്, നോക്കാം. Ability to see ahead and plan accordingly. Planning for the future while managing the present. Apply to see ahead and plan accordingly. Planning for the future while managing the present. എന്താ പറയുന്നത്? അതായത് അദ്ദേഹത്തിന് ഒരു കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെ, ഒരു കാര്യത്തെ മുന്നോട്ട് കാണാനായിട്ട് അല്ലെ. അതായത് ability to see ahead,
ആൻഡ് പ്ലാൻ അക്കോർഡിംഗ്ലി, മുന്നോട്ട് കാണാനും അതിനനുസരിച്ചിട്ട്. അതായത് നമ്മള് ഫോർകാസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ അറിയാം അല്ലെ, നമ്മളൊന്ന് നേരെ നോക്കി കാണുകയാണ് ഇതിന്റെ ആവശ്യങ്ങൾ ഭാവിയിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്, ഇതിന്റെ കാര്യങ്ങൾ നടക്കുമെന്നൊരു നമ്മൾക്ക് സ്വമേധയാ ഒരു പ്രഡിക്ഷൻ തോന്നും, സ്വന്തമായിട്ടും അങ്ങനെ തോന്നും. അങ്ങനെ കാണാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളായിരിക്കും ആര്, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ മുന്നിൽ ഇനി എന്താണ് വരാനിരിക്കുന്നത് എന്ന് കാണാനുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. യെസ്, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനും അദ്ദേഹം തയ്യാറാവും. Then planning for the future while managing the present. അതോടൊപ്പം തന്നെ എന്താണ്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നതിനും അതോടൊപ്പം പ്രസന്റിലെ കാര്യങ്ങൾ, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കും ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കും. എന്താ പറയുന്നത്, എബിലിറ്റി ടു സീ ഹെഡ് എ പ്ലാൻ അക്കോർഡിംഗ്ലി. അതായത് ഒരു കാര്യത്തെ നമുക്ക് മുന്നോട്ട് കാണാനായിട്ട്, അദ്ദേഹത്തിന് മുന്നിൽ ഈ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരു കപ്പാസിറ്റി. അതോടൊപ്പം തന്നെ എന്താണ്, ഫ്യൂച്ചറിലെ കുറിച്ചിട്ട് ഫ്യൂച്ചറിൽ എന്തൊക്കെ ആവശ്യങ്ങൾ വേണ്ടി വരുന്നു, ഫ്യൂച്ചറിലെ ഭാവിയിലെ എന്തൊക്കെ ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം കാര്യങ്ങൾ ആവശ്യമായി വരുന്നു എന്നുള്ളത് ഫ്യൂച്ചറിൽ നിന്ന് ചിന്തിക്കുവാനും പ്രസന്റ് ഡേ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്, അതായത് ഇപ്പൊ പ്രസന്റിൽ നമ്മളത് മാനേജ് ചെയ്താൽ മാത്രം നമുക്കത് ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഭാവിയിൽ ഇന്ന രീതിയിൽ എത്താൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിന് കാണാനുള്ള അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അല്ലെ. അത്തരത്തിലൊരു പെർസ്പെക്റ്റീവ് ഉള്ള ഒരാളായിരിക്കും ആര്, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ഫസ്റ്റ് പോയിന്റ്? യെസ്, ഒന്ന് ഉഷാറായിട്ടിരുന്നേ. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ക്ലാസ്? ബോറടിക്കുന്നില്ല. അപ്പൊ നല്ല കുട്ടികളായിട്ടിരിക്കും കേട്ടാ. കമന്റ്സുകൾ പതിയെ പതിയെ വരുന്നത് ചോദിച്ചാൽ ടീച്ചർ ബോറടിച്ചിട്ടാണോ, ക്ലാസ്സിനൊരു രസമില്ലേ, ക്ലാസ് കേട്ടിരിക്കാൻ ഒരു സുഖമില്ലേ, നമ്മുടെ സബ്ജക്ട്സ് ഒക്കെ അറിയാലോ, ഇങ്ങനെയൊക്കെ ട്രൈ ഒക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് പഠിച്ചാലേ പറ്റൂ അല്ലെ, പഠിക്കാം. സെക്കൻഡ് റോൾ എന്ന് പറയുന്നത് എന്താണ്, എബിലിറ്റി ടു പ്രൊസീജർ ആൻഡ് അക്സെപ്റ്റ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്, ബീങ് ആൻ ഏജന്റ് ഓഫ് ചേഞ്ച്. ഇനി അടുത്ത റോൾ എന്താണ് അദ്ദേഹത്തിന്റെ, എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് ആക്സെപ്റ്റ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ് എന്ന് പറയുന്നത് എന്താ, പുതിയ ഐഡിയാസുകൾ അല്ലെ, ന്യൂ ആശയങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരാളായിരിക്കും ആരാ, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പുതിയ ഐഡിയാസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ്, അത് ആശയങ്ങൾ തീരുമാനിക്കുക മാത്രമല്ല അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. മാത്രമല്ല ബീങ് ആൻ ഏജന്റ് ഓഫ് ചേഞ്ച്, അദ്ദേഹം ഒരു മാറ്റത്തിന്റെ ഒരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. നമ്മളൊന്ന് നോക്കി, ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ കയ്യിലാണ് ശരിക്കും ആ ഒരു ഹോസ്പിറ്റലിന്റെ ഹോൾ പ്രവർത്തനം. അദ്ദേഹം തീരുമാനിക്കുന്ന അനുസരിച്ച് മാത്രം അവിടെ എന്തെങ്കിലുമൊക്കെ പുരോഗമനങ്ങൾ നടക്കുള്ളൂ അല്ലെ. അതായത് എന്നും ഒരേപോലെ തുടരുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്, അവിടെ പേഷ്യൻസ് അധികം വരില്ല, അവിടെ വേറെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ളൊരു തോന്നല്, അല്ലെങ്കിൽ മൊത്തത്തിലൊരു നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലൊരു പേരുണ്ടാവുന്നില്ല അല്ലെ. പക്ഷെ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള്, അതായത് ഇപ്പോ പുതിയ ട്രീറ്റ്മെന്റ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒരുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കുറച്ചിപ്പോ നല്ല ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാവും അല്ലെ, അവർക്കും കൂടി സാധാരണക്കാർക്കും കൂടി പ്രയോജനമാവുന്ന രീതിയിലുള്ള ഒരു കാറ്റഗറൈസേഷൻ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിവുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്തപ്പോ എന്താണ്, എല്ലാവർക്കും വരാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. അപ്പൊ എല്ലാവർക്കും അനുയോജ്യമാവുന്ന രീതിയിലാണ് ഹോസ്പിറ്റൽ സേവനങ്ങൾ നൽകുന്നത്. അതൊക്കെ ആരാണ് തീരുമാനിച്ചെടുക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റർ ആണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ വേണം അല്ലെ, എല്ലാവർക്കും ഒരേപോലെ സർവീസസ് അവൈലബിൾ ആവുന്ന തരത്തിലായിരിക്കും ഹോസ്പിറ്റൽ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ അവിടെ എന്തൊക്കെ വരും, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, മാറ്റങ്ങൾ തുടരും. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് ആരാണ്, ഒരു ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിൽ ചിന്താഗതികളുള്ള ഒരാളായിരിക്കും അല്ലെ, പുതിയ ആശയങ്ങൾ രൂപീകരിക്കാൻ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ്, മാറ്റത്തിൽ ഒരു ഏജന്റ് ആയിട്ടായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി willingness to take risk to get the new ideas accepted and implemented.
willingness to take risk to get the new ideas accepted and implemented. എന്താ പറയുന്നത്? പുതിയ ആശയങ്ങള് എന്ത് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും അത് വളരെ റിസ്ക് എടുത്തുകൊണ്ട്, ഇപ്പൊ സങ്കീർണതകളുള്ള ആശയങ്ങളായിരിക്കാം അല്ലെ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഡിഫിക്കൽട്ട് ആണെങ്കിലും റിസ്ക് ആണെങ്കിലും എന്താണ് അത് ചെയ്യാനുള്ള ആ ഒരു വ്യഗ്രത അല്ലെങ്കിൽ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ റിസ്ക് എടുക്കാനുള്ള ഒരു സന്നദ്ധത ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും ആര് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അല്ലെ. വില്ലിങ്നെസ് ടു ടേക്ക് റിസ്ക്, റിസ്ക് എടുത്തവനെ എന്ത് വിജയിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എവിടെ ഉണ്ടാ നിങ്ങള് എന്നപ്പോ കേട്ടുള്ളൂ? എന്താണ് നമ്മള് സങ്കീർണതകളിൽ കൂടി കടന്നു പോകണം അല്ലെ. അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാനാണെങ്കിൽ എല്ലാവർക്കും പറ്റും. പക്ഷെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലൈഫിൽ കൂടി പോയിട്ട് അതിൽ നിന്നൊരു വിൻ ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ അല്ലെ. അപ്പൊ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെന്നൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മള് വെറുതെ സിമ്പിൾ ആയിട്ട് ജീവിക്കാനാണെങ്കിൽ എല്ലാവർക്കും പറ്റും. പക്ഷെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ അഡ്വഞ്ചർ ആയിരിക്കണം ശരിക്കും ലൈഫ് എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് വില്ലിങ്നെസ് ടു ടേക്ക്. നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ റിസ്ക് എടുക്കോ എന്തെങ്കിലും കാര്യത്തിലൊക്കെ? യെസ്, ഇൻഷ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. റിസ്ക് എടുക്കുമ്പോ പക്ഷെ നമ്മള് നമ്മുടെ സേഫ്റ്റി കൂടെ ഉറപ്പാക്കിയിട്ടില്ല റിസ്ക് എടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് ചെയ്യും അല്ലേ. ഞാൻ ഏകദേശം സേഫ് ആണ് നമ്മൾ തോന്നിയിട്ടായിരിക്കും നമ്മൾ അത് എടുക്കാൻ നോക്കുന്നത്. എങ്കിലും നമ്മൾ ചെയ്യാൻ നമ്മൾ കാണിക്കുന്ന ഒരു മനസ്സില്ല, അത് തന്നെ വലിയ കാര്യമാണ് അല്ലെ. യെസ്, ജീവിതം പഠിപ്പിക്കും. യെസ്, ഇതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചുമതല എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ഫുള്ളി കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇപ്പൊ അഡ്മിനിസ്ട്രേറ്ററൊക്കെ നമ്മൾ കൊറോണ വന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ വന്ന സമയത്തൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ടാവും അല്ലെ. ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടുണ്ടാവും. പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിലും ഹോസ്പിറ്റലിൽ മൊത്തത്തിലുള്ള സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിൽ, സ്റ്റാഫുകളുടെ സേഫ്റ്റി, ഡോക്ടേഴ്സിന് എല്ലാവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് ഓരോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു സിറ്റുവേഷൻസിൽ. ഓക്കെ, പക്ഷെ ആ സിറ്റുവേഷൻസ് റിസ്ക് ആണെങ്കിൽ കൂടി എന്താണ് അവർക്ക് അവരുടെ സർവീസസ് ആണ്, ഒരിക്കലും ഇത് ചെയ്യാതിരിക്കാനായിട്ടുള്ള നിവർത്തിയില്ല. അപ്പൊ എന്താണ് റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുകയാണ്. ഒരുപാട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉടനീളം അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, യെസ്. Then ability to analyze, synthesis and interrogate diverse information. Ability to analyze, synthesize and interpret diverse information. എന്താ പറയുന്നത്? അതായത് വൈവിധ്യമാർന്ന വിഷയങ്ങൾ അനലൈസ് ചെയ്യുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സമന്വയിപ്പിക്കുന്നതിനും അദ്ദേഹം ആരായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. എബിലിറ്റി ടു അനലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? എബിലിറ്റി ടു അനലൈസ് അതായത് ഡൈവേഴ്സിബിൾ ആയിട്ടുള്ള വൈവിധ്യമാർന്നിട്ടുള്ള ആശയങ്ങള് കൈകാര്യം ചെയ്യുന്നതിനും അഥവാ വിശകലനം ചെയ്യുന്നതിനും എന്താണ് സമന്വയിപ്പിക്കുന്നത്. സിന്തസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ കൂട്ടിയോജിപ്പിക്കുക അല്ലെ. ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ സംയോജിപ്പിക്കും അല്ലെ, അല്ലെങ്കിൽ സമന്വയിപ്പിക്കും. അതും ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും അല്ലെ. യെസ്, അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ന്യൂ ടെക്നിക്സുകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്, അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സുകൾ, അല്ലെങ്കിൽ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പുതിയ മെഡിക്കൽ ടെസ്റ്റുകൾ, ഇതുമായി എടുത്തോട്ടെ, അതൊക്കെ അനലൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ന്യൂ ടെക്നോളജീസ്, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നതും അതൊക്കെ പഠിച്ച് അതിന്റെ കാര്യകാരണ വശങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹമായിരിക്കും ആ ഹോസ്പിറ്റലിലേക്ക് ആ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് അത് കൊണ്ടുവരാനായിട്ട് തയ്യാറെടുപ്പ് നടത്തുന്നതുമാരായിരിക്കുള്ളൂ? അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്? എബിലിറ്റി ടു അനലൈസ്, സിന്തസൈസ് ആൻഡ് ഇന്റർഗേറ്റ് ഡൈവേഴ്സ് ഇൻഫോർമേഷൻ. വൈവിധ്യമാർന്ന വിഷയങ്ങള് വിശകലനം ചെയ്യുന്നതിനും അത് സംയോജിപ്പിക്കുന്നതിനുമുള്ള ഒരു കഴിവ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കും. Then sense of equality, fairness and social justice in all dealings with and outside the hospital. Sense of equality. What is equality? Equality എന്താണ്? യെസ്, സമത്വം. അസമത്വമാണോ?
കിട്ടിയോളൂ. സമത്വം അല്ലെ, സെൻസ് ഓഫ് ഇക്വാളിറ്റി. യെസ്, ഓക്കെ ബിൻഷ. എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, എല്ലാ ഔട്ട്സൈഡ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ഒരു ഇക്വാളിറ്റി, എല്ലാവർക്കും സമത്വം എന്ന രീതിയിൽ, എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ, അതായത് ഈക്വൽ റൈറ്റ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഫെയർനെസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. വാട്ട് ഈസ് ഫെയർനെസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്? ഫെയർനെസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്താണ്? ഫെയർനെസ് സത്യസന്ധമായിട്ടും അതുപോലെ തന്നെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്ന രീതിയിൽ. അപ്പൊ ഔട്ട്സൈഡിലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ അദ്ദേഹം എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? ഇക്വാളിറ്റി അല്ലെ, ഇക്വാലിറ്റി സമത്വപരമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു എല്ലാവർക്കും എന്താണ് ഈക്വാലിറ്റി, ഫ്രീഡം തുടങ്ങിയ, അതുപോലെ ജസ്റ്റിസ്, ഈ 3 ഘടകങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കുള്ളൂ അദ്ദേഹം ഔട്ട്സൈഡ് ഹോസ്പിറ്റലിന് പുറത്തുള്ള പ്രവർത്തനങ്ങളെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും ഒരു ഈക്വൽ ആയ രീതിയിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഹോസ്പിറ്റലിന് പുറത്തുള്ള പ്രവർത്തനങ്ങൾ കൂടി കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോളജ്, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. എങ്ങനെയുള്ള ഒരാളായിരിക്കും? വളരെയധികം നോളജബിൾ ആയിരിക്കും. സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് അല്ലെ, വെറൈറ്റി ഓഫ് സ്കിൽസും കപ്പാസിറ്റി ഉള്ള ഒരാളായിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനായിരിക്കും ആരാ? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അല്ലെ. ആ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്, നോളജ് കൊണ്ട് മാത്രമാണ് ആ ഹോസ്പിറ്റൽ നല്ല നിലയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നത് അല്ലെ. ഇനി എന്തായോ? Then ability to delegate, making effective use of own time and that of others. എന്താ പറയുന്നത്? എബിലിറ്റി ടു ഡെലിഗേറ്റ്. ഡെലിഗേറ്റ് എന്ന് പറഞ്ഞ എന്താ? നിയോഗിക്കാനുള്ള കഴിവ് അല്ലെ, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനും അത് നടപ്പിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ ഡെലിഗേറ്റ്സ് മീൻസ് ഉത്തരവാദിത്വം എന്ന് നമുക്ക് വേണ്ടി പറയാം, റെസ്പോൺസിബിലിറ്റി എന്ന് തന്നെ പറയാം അല്ലെ. അതായത് അവരെ നിയോഗിക്കാനുള്ള കഴിവ്, സ്വന്തം സമയവും അദ്ദേഹത്തിന്റെ സമയവും മറ്റുള്ളവരുടെ സമയവും പരമാവധി, അതായത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. അതായത് എബിലിറ്റി ടു ഡെലിഗേറ്റ്, മേക്കിംഗ് എഫക്റ്റീവ് യൂസ് ഓഫ് ഓൺ ടൈം ആൻഡ് ദാറ്റ് ഓഫ് അതേഴ്സ്. അദ്ദേഹത്തിന്റെ സമയവും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സമയവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. പിന്നെന്താണ്? അതങ്ങ് പറഞ്ഞേക്കട്ടെ കേട്ടാ. ഗുഡ് പേഴ്സണൽ മോട്ടിവേഷൻ ആൻഡ് എബിലിറ്റി ടു മോട്ടിവേറ്റ് ദ പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ. ഗുഡ് പേഴ്സണൽ മോട്ടിവേഷൻ, നല്ല വ്യക്തിഗത പ്രചോദനം, അതായത് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ്? കൂടെ വർക്ക് ചെയ്യുന്ന പീപ്പിളിനെ അല്ലെ, കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെയും നല്ല രീതിയിൽ പ്രചോദനം കൊടുക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഉന്നമനത്തിനായിട്ട് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന എബിലിറ്റിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ആര്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഗുഡ് പേഴ്സണൽ മോട്ടിവേഷൻ ആൻഡ് എബിലിറ്റി ടു മോട്ടിവേറ്റ് പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ. അദ്ദേഹത്തിന് സ്വയം പ്രയോജനം, നല്ല വ്യക്തിത്വ പ്രചോദനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റു സ്റ്റാഫുകളെ പ്രൊമോട്ട് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റിയും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. എബിലിറ്റി ടു റിവ്യൂ ആൻഡ് ഇവാലുവേറ്റ്, മേക്ക് അഡ്ജസ്റ്റ്മെന്റ് ആസ് നെസസറി. എബിലിറ്റി ടു റിവ്യൂ ആൻഡ് ഇവാലുവേറ്റ്, മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ആസ് നെസസറി. എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവലോകനം ചെയ്യുന്നതിന് അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ്? മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ആസ് നെസസറി. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള ഈ ഇവാലുവേഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിവ്യൂ അവലോകനം ചെയ്ത് വിലയിരുത്തിക്കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് മാറ്റാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കൂടി ആർക്കുണ്ടായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കും അല്ലെ. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോളിസീസുമായി റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്നതിനും പുതിയ കാര്യങ്ങൾ, ആവശ്യാനുസരണം പുതിയ കാര്യങ്ങൾ അതിലെ കൂട്ടിച്ചേർക്കുവാനുള്ള ഒരു കപ്പാസിറ്റി കൂടി അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ആണ് പറഞ്ഞത് അല്ലെ. എന്തൊക്കെയാണ് പറഞ്ഞത്? എബിലിറ്റി ടു സീ ഹെഡ് ആൻഡ് പോളിസി പ്ലാൻ അക്കോർഡിംഗ്ലി. അതായത് ഒരു കാര്യം മുന്നോട്ട് കാണാനും ഫ്യൂച്ചറിൽ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ ഭാവിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആകുന്ന രീതിയിൽ അദ്ദേഹത്തിന് മുൻകൂട്ടി കാണാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഓക്കെ, പിന്നെ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് ആക്സെപ്റ്റ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. ക്രിയേറ്റീവായിട്ട് ഐഡിയാസുകൾ, പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതിനും ആക്സെപ്റ്റ് ചെയ്യുന്നതിനും മാറ്റത്തിന്റെ പുതിയൊരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നു.
പിന്നെ റിസ്കുകൾ ഏറ്റെടുക്കാനായിട്ടും അല്ലെ, പുതിയ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് റിസ്കുകൾ ഏറ്റെടുക്കാനും അത് നടത്താനുള്ള ഒരു കപ്പാസിറ്റി ആർക്കും ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ് എബിലിറ്റി ടു അനലൈസ്, സിന്തസിസ് ആൻഡ് ഇന്റർഗ്രേറ്റ് ഡൈവേഴ്സ് ഇൻഫോർമേഷൻ. വൈവിധ്യമാർന്ന വിഷയങ്ങളെ വിശകലനം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് അവയെ സമന്വയിപ്പിക്കുന്നതിനും ഇന്റർഗ്രേറ്റ് ചെയ്യുന്നതിനുമുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. പിന്നെ സെൻസ് ഓഫ് ഇക്വാളിറ്റി ഉണ്ടായിരിക്കും, ഫയർനെസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, അതായത് ഹോസ്പിറ്റലിൽ പുറത്തുള്ള പ്രവർത്തനങ്ങൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്. പിന്നെ നല്ല നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺ ആയിരിക്കും. പിന്നെ എന്താണ് പറയുന്നത്, എബിലിറ്റി ടു ഡെലിഗേറ്റ്, അതായത് നല്ല രീതിയിൽ നിയോഗിക്കാനുള്ള കഴിവ്, തന്റെ സമയവും മറ്റുള്ളവരുടെ സമയവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. പിന്നെ ഗുഡ് പേഴ്സണൽ മോട്ടിവേഷൻ, അതായത് നല്ല വ്യക്തിഗത പ്രചോദനവും അതോടൊപ്പം തന്നെ എന്താണ് തന്റെ മറ്റ് വർക്കിംഗ് സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. പിന്നെ എന്താണ് ലാസ്റ്റ് പോയിന്റ്, എബിലിറ്റി ടു റിവ്യൂ ആൻഡ് ഇവാലുവേറ്റ്, മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ആസ് നെസസറി, കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനും വിശകലനം ചെയ്യുന്നതിനും അതായത് വിലയിരുത്തുന്നതിനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിനും അദ്ദേഹത്തിന് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ? റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. ക്ലിയർ ആണോ? യെസ്, മനസ്സിലായോ? ടീച്ചർ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ, നിങ്ങളുടെ കമന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, യെസ് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. യെസ്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സമയമുണ്ടോ? മാക്സിമം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം. അപ്പൊ ഒട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കുന്നു കേട്ടോ. ക്ലിയർ ആവുന്നില്ലെങ്കിൽ ചോദിക്കണം, പറഞ്ഞുതരാം. വീണ്ടും എത്ര പ്രാവശ്യം പറഞ്ഞാലും നമുക്കൊരു അപ്പോ എനിക്ക് സമയമുണ്ടല്ലോ. യെസ്, അപ്പൊ നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, പ്രധാനമായിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞു പോവാം. നമ്മള് ഈ ടേംസ് അല്ലെ, POST കോർപ്പി എന്നുള്ള പോസ്റ്റ് കോർപ്പി എന്നുള്ള ആ ഒരു ടേമിന്റെ എല്ലാ ലെറ്റേഴ്സും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. യെസ്, തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ കൺഫ്യൂഷൻ വരരുത്. P എന്താണ്, O എന്താണ്, S എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കാം. ഒരേ രീതിയിൽ ഓപ്ഷൻസ് തന്നിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ നിങ്ങൾ പഠിക്കണം. ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ ഈ 3 കാറ്റഗറൈസേഷൻ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ആക്ടിവിറ്റീസ് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. അത് 3ഉം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. മനസ്സിലാക്കി പഠിച്ചാൽ മതി, ആരും ബൈഹാർട്ടാക്കി ഒന്നും പഠിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. നമുക്കറിയാലോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. എക്സാം ഒക്കെ എഴുതിയവരല്ലേ, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ചോദ്യം വരുന്നത്, എങ്ങനെയാണ് എക്സാം ഒക്കെ അറിയാം. അപ്പൊ അതിനനുസരിച്ച് പഠിക്കാം, തരുന്ന ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയാൽ മതി. യെസ്, റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്ററും ഓക്കെ അല്ലേ? മനസ്സിലായോ എല്ലാവർക്കും? പഠിക്കണം കേട്ടോ, അതിന്റെ എല്ലാ പോയിന്റ്സും പഠിക്കണം, എല്ലാ പോയിന്റ്സിലും പഠിക്കണം. ഒരു സെക്കൻഡ്, നിങ്ങൾ ഇതിൽ ടീച്ചർ പറയുന്ന പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ, ഒരുപാടല്ലേ. ഞാൻ പറയുന്ന പോയിന്റ് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. Then തേർഡ് പോയിന്റ് ടിക്കിട്ട് പോവാട്ടോ. ഫസ്റ്റ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്, then last point, അതിന് തൊട്ട് മുന്നുള്ള പോയിന്റ് ഗുഡ് പേഴ്സണൽ മോട്ടിവേഷൻ.
അത്രയും പ്രധാനമായിട്ടൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ബാക്കിയുള്ളത് അറിഞ്ഞിരിക്കണം, എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് അത് 4 പഠിക്കണം കേട്ടോ. 1 2 4 5 points. Okay. Yes. Okay, thank you. Have a nice day. ഇനി നെക്സ്റ്റ് വെനസ്ഡേ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.